17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. പ്രസിഡന്റ് ലൂയിസ് ഇൻസിയോ ലുല ഡിസിൽവയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, പ്രതിരോധം ഉൾപ്പെടെ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. വിനീത ബി.ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. വിനീത, ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ എത്തിയിരിക്കുന്നത്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം ബ്രസീലിലേക്ക് എത്തിയിരിക്കുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളുമൊക്കെയായി അദ്ദേഹം അവിടെ സംവദിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇതിനോടകം തന്നെ വന്നിട്ടുമുണ്ട്. അവിടെയുള്ള കുഞ്ഞുങ്ങളുമായൊക്കെ അദ്ദേഹം അവർക്ക് ആശംസകൾ നേരുകയും അവരുമായൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നും നാളെയുമായി നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം തന്നെ അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം, വ്യാപാരം, ആഗോളതലത്തിലുണ്ടാകുന്ന ഭീകരത, ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളും ഒപ്പം തന്നെ ഈ വിവിധ രാജ്യങ്ങൾക്കിടയിലുള്ള കൂടുതൽ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കും. ബ്രസീൽ പ്രസിഡന്റ് അധ്യക്ഷതയിലാണ് ഉച്ചകോടി ചേരുക. ഒപ്പം ഇത്തവണത്തെ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഉണ്ടാവില്ല, പകരം ചൈനീസ് പ്രധാനമന്ത്രിയായിരിക്കും പങ്കെടുക്കുക. റഷ്യൻ പ്രസിഡന്റും വീഡിയോ കോൺഫറൻസിലൂടെയായിരിക്കും ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹം ബ്രസീൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം ബ്രസീലിലേക്കുള്ളൊരു സന്ദർശനത്തിന് ബ്രസീൽ പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള മറ്റ് നയതന്ത്രപരമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും. നാളെ ഈ ഉച്ചകോടിക്ക് ശേഷം അദ്ദേഹം തിരിച്ച് നമീബിയ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും തിരികെ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുക.